നിങ്ങൾക്ക് തന്നെ മിണ്ടാതിരിക്കുന്നേ ആരെങ്കിലും ഇപ്പൊ നമുക്ക് വേണ്ടി സംസാരിക്കാം. നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് അവർ പറഞ്ഞതിലൊക്കെ സത്യം അല്ല, സത്യം പോട്ടെ, ന്യായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, നിങ്ങളിപ്പോ കേട്ടു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്റെ ചെറിയ പ്രായത്തിൽ ഞാനൊന്ന് ഒരാളെ ഇഷ്ടപ്പെട്ടതോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാവക്കാട് സ്വദേശിനിയായിട്ടുള്ള ഡോക്ടർ ആയിഷ മുഹമ്മദിന്റെ സമരം ഇതിനോടകം നിങ്ങൾ എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും. ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള അലി അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് മറ്റൊരു വിവാഹം കഴിക്കണം. അതിനു വേണ്ടിയിട്ട് ലീഗലി ഈ പറയുന്ന ആയിഷ മുഹമ്മദിനെ ഡിവോഴ്സ് ചെയ്യാണ്ട് അയാൾ തയ്യാറല്ല. അങ്ങനെ ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീധനമായി വാങ്ങിയ 100 പവനും അതുകൂടാതെ പലപ്പോഴായിട്ട് ആയിഷ മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്ന് വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയും അതുകൂടാതെ ഇവരുടെ മകൾക്ക് ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തുക പ്രതിമാസം ജീവനാംശമായിട്ട് നൽകേണ്ടതായിട്ടും വരും. അതുകൊണ്ട് തന്നെ ഇതൊരു നഷ്ടക്കച്ചവടമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ ഒരു വിവാഹം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ ആയിഷ മുഹമ്മദ് കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് ഡോക്ടർ ആയിഷ മുഹമ്മദിന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് ലഭിക്കുകയും ചെയ്തു. ആ ഒരു ഉത്തരവുമായിട്ട് ഈ ഒരു വീട്ടിൽ താമസിക്കാൻ വന്ന ഡോക്ടർ ആയിഷ മുഹമ്മദിനെ കാത്തിരുന്നത് പൂട്ടിയിട്ട വീടും കറണ്ട് സപ്ലൈയും വാട്ടർ സപ്ലൈയും കട്ട് ചെയ്ത അവസ്ഥയുമായിരുന്നു. സോ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഡോക്ടർ ആയിഷ മുഹമ്മദ് റോഡിൽ സമരമിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും ഒന്ന് രേഖപ്പെടുത്താണ്ട് മറക്കരുത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ചാവക്കാട് താലൂക്കിൽ എടക്കഴൂർ മഹല്ല നിവാസിയാണ്. ഇതേ മഹലിൽ തന്നെയുള്ള അബ്ദുൽ ലത്തീഫ് ഹാജി എന്നവരുടെ മകൻ ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ അവരുടെ വീട്ടിനകത്തൊന്നും പുറത്താക്കുകയും അതേപോലെ ഈ സമയത്തിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് എടുക്കാതെയും മുത്തലാക്കോ അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങൾ ചെയ്യാതെയും ഈ ബന്ധം നിലനിൽക്കെ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഡിവോഴ്സ് ഒക്കെ മുത്തലാഖ് എന്ന് പറയുന്ന പരിപാടി നടക്കില്ല. കാരണം മറ്റൊന്നുമില്ല, ഇന്ത്യൻ പാർലമെന്റ് മുത്തലാഖ് നിരോധന നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൊഴി ചെല്ലുക എന്നുള്ള പരിപാടി ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകൃത്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ അകത്തു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു മണ്ടത്തരം ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ് നടപ്പാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നീ ഇപ്പം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ 2ാം കെട്ടും വെറുതെ ആയിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ 2ാമതോ 3ാമതോ 4ാമതോ കെട്ടിക്കും. പക്ഷെ കെട്ടുന്നതിന് മുൻപ് നിലവിലെ ഭാര്യയ്ക്ക് സമ്മതമല്ലെങ്കിൽ അവരെ ലീഗലി ഡിവോഴ്സ് ചെയ്യാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അല്ലെങ്കിൽ നീ ഈ പരിപാടിക്ക് പോകരുത്. ഇപ്പം അത് കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ എനിക്കിപ്പം ഭർത്താവിൻ്റെ വീടിനകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ കോടതിയിൽ നിന്നും ഒരു ഓർഡർ എടുത്ത് അവിടെ കയറാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവർ വീട് പൂട്ടുകയും അതേപോലെ വെള്ളം കറണ്ടൊക്കെ കട്ടാക്കി പുറത്തേക്ക് പോവുകയും ചെയ്തതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഒരു 10 ദിവസമായിട്ട് ഞാനിപ്പോൾ സമരത്തിലാണ്. എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് ഡോക്ടർ ആയിഷ മുഹമ്മദിനോട് പറയാനുള്ളത്, നിങ്ങൾ കോടതിയെ സമീപിക്കുക. ഇത്തവണ കോടതിയെ സമീപിക്കുമ്പോൾ മറ്റൊരു പെറ്റീഷൻ കൂടി നൽകുക. ആ പെറ്റീഷനകത്ത് പ്രതി ചേർക്കേണ്ടത് ഈ പറഞ്ഞ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരിക്കണം. കാരണം മറ്റൊന്നുമല്ല, കോടതി ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ എന്ന് പറയുന്നത് ചാവക്കാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർ നാളിതുവരെയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കൃത്യമായിട്ട് വേട്ടക്കാർക്കൊപ്പമാണ്, ഇരയായ നിങ്ങൾക്കൊപ്പമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സധൈര്യം അവർക്കെതിരെ ലീഗലി മൂവ് ചെയ്യുക. കോടതി ഉത്തരവ് നടപ്പാക്കാൻ തയ്യാറല്ലാത്ത കേരള പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾ കോടതിയെ സമീപിക്കണം. നമ്മുടെ കേരള പോലീസ് പലപ്പോഴും ഇപ്രകാരമാണ് പെരുമാറുന്നത്. കാരണം ഇരയ്ക്കൊപ്പമല്ല അവർ പലപ്പോഴും നിൽക്കുന്നത്, വേട്ടക്കാർക്കൊപ്പമാണ്. നമ്മുടെ കേരള പോലീസിനെ കൊണ്ട് പറ്റുന്ന ചില പണികളുണ്ട്, അത് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. ആരെങ്കിലും ഹെൽമെറ്റ് വെക്കാതെ പോവുകയാണെങ്കിൽ അവനെ പിടിച്ചു നിർത്തി പെറ്റിയടിക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലും അടുത്ത വണ്ടി ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അവനെ തടഞ്ഞു നിർത്തിയിട്ട് അവൻ്റെ അണ്ണാക്കിലോട്ട് ബ്രത്ത് അനലൈസർ വെച്ചിട്ട് ഊതിക്കോ എന്ന് പറയുക. ഊതിക്കുമ്പോൾ വല്ല പീപ്പടിക്കുവാണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ എടുത്തുക, നല്ലൊരു എമൗണ്ട് പെറ്റിയിടിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ കേരള പോലീസിനെ കൊണ്ട് നിലവിൽ പറ്റുന്ന കാര്യങ്ങൾ. അല്ലെ പിന്നെ ഏതെങ്കിലും മന്ത്രിനെ MLA-നെയൊക്കെ തെറി വിളിക്കുന്നവൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യിക്കുകയാണ്. അതിനൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കേരള പോലീസിന് കഴിവുള്ളൂ. അത്രത്തോളം കഴിവ് കിട്ട ഒരു പോലീസ് സംവിധാനമാണ് നമ്മുടെ കേരളത്തിലുള്ളതെന്നാണ് ഈ ഒരു വിഷയത്തിലൂടെ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയ്ക്ക് നമ്മുടെ കേരള പോലീസ് പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല എന്ന് ഈ ഒരു ഇൻസിഡന്റ് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഏതെങ്കിലും ജഡ്ജിയൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കേരള പോലീസ് എന്ത് വാല്യൂ ആണ് നൽകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാണുമ്പോഴുള്ള സല്യൂട്ടടിയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഉത്തരവിനൊക്കെ വെറും പുല്ല് വിലയാണ് കേരള പോലീസ് നൽകുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ ഇന്ന് സമരവുമായിട്ട് നടു റോഡിൽ 10-11 ദിവസമായിട്ട് ഇരിക്കേണ്ട വരില്ലായിരുന്നു.
ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷം കഴിയുന്നു. തുടക്കം മുതലേ ഈ പറഞ്ഞ സ്വത്ത് കുറവ്, സ്വർണം കുറവ്, അങ്ങനെ പറഞ്ഞിട്ടും ശാരീരികമായും മാനസികമായിട്ടും ഒരു കുട്ടിയുള്ള എനിക്കൊരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഫിസിക്കലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പല സാഹചര്യങ്ങളിലൂടെ കടന്ന് കൊറോണ കാലത്ത് എന്നെ അവിടെ വീട്ടിൽ മംഗലാപുരം, ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വീട്ടിൽ എന്നെ പൂട്ടിയിടുകയും അത് പ്രകാരം മംഗലാപുരം പോലീസിൻ്റെ സഹായത്തോടൊക്കെ കൂടെയാണ് ഞാനിവിടെ നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ടോർച്ചറിങ് ആയിരുന്നു. അവർ രാത്രി വന്നിട്ട് നമ്മളെ സഹായിക്കുകയും ഇതുപോലെ രാവിലെ ഇവിടെ നിന്നും ആ കൊറോണയിലെ ലോക്ക്ഡൗണിൻ്റെ കാലത്തിൽ ബോർഡർ വന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവിക്കുന്നത്? ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എൻ്റെ മേലെ താല്പര്യമില്ലായ്ക, അതേപോലെ സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അനുഭവിച്ചിട്ടുണ്ട്. സ്വർണ്ണം കുറവെന്ന് പറഞ്ഞാൽ എത്ര പവൻ തന്നിട്ടാണ് കെട്ടിച്ചുവിട്ടത്? സാർ 100 പവൻ സ്വർണ്ണം തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2013 100 പവൻ സ്വർണം വാങ്ങി കല്യാണം കഴിച്ചതാണ് ഈ പറയുന്ന ആയിഷ മുഹമ്മദിനെ ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ്. ആ 100 പവൻ കുറവ് നീ എന്നാ പിന്നെ പോയി വല്ല അൽമുക്താദ് ജ്വല്ലറിയുടെ ഉടമയുടെ മകളെ കേട്ട്, അതാകുമ്പോൾ ഒരു സ്വർണ്ണക്കട ഒന്നോടെ നിനക്ക് സ്ത്രീധനം കിട്ടും. അന്നാലും നിന്റെ ഒന്ന് ആർത്ത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവർക്ക് സൗന്ദര്യം പോരാ, പണം പോരാ. എടാ നീയൊക്കെ ചെന്ന് പെണ്ണ് കണ്ട് ആലോചിച്ച് ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം കഴിച്ചത്? ആ ടൈമിൽ നിനക്കൊന്നും ഇതൊന്നും ബോധമില്ലായിരുന്നോ? അതോ നിന്നെയൊക്കെ പണ്ട് ഈ കൊച്ചു പിള്ളേരെ ചോറ് കഴിക്കാത്തതിന്റെ പേരിൽ അമ്മയൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കത്തില്ലേ? അതേപോലെ തന്നെ കല്യാണം കഴിപ്പിച്ചാണോ? അറിയാൻ പാടില്ലാണ്ട് വെക്കുക. എടാ ഉളുപ്പുണ്ടോടെ നാറി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ഈ ഒരു പെണ്ണിന്റെ ജീവിതം തുറയ്ക്കാൻ വേണ്ടിയിട്ട്. 2013 നിക്കാഹ്, 2015 റിസപ്ഷൻ. അന്ന് പ്രോപ്പർ ഫംഗ്ഷനായിട്ട് ഒരു 100 പവൻ സ്വർണ്ണം, അതുപോലെ പല തവണകളായിട്ട് കുറച്ച് കാശും അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് നിന്ന്. ഇപ്പോൾ അതൊന്നും തിരികെ തരാതെ മകളുടെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യാണ്ട് ഇതുവരെ ഒരു രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. ഞാൻ സ്വന്തമാണ് വളർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ തരാതെയാണ് ഇദ്ദേഹം ഈ ബന്ധം നിലനിൽക്ക് വേറെ കല്യാണം കഴിച്ചിട്ട് ഇപ്പം ജീവിതമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ആലക്കുഴിക്കര മാണിയാമ്പലം എന്ന് പറഞ്ഞിട്ട് പൂവാറ്റുപുറമ്പാന്നാണ് സ്ഥലത്തിന്റെ പേര്. അവിടെയുള്ള ഒരു മഹലാണ് അവരുടെ കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത്. കല്യാണം നടത്തുമ്പോൾ ഈ മഹല്ല് കമ്മിറ്റി, അതായത് നിങ്ങളുടെ മഹല്ല്, അതായത് ഈ പറഞ്ഞ നിങ്ങളുടെ ഭർത്താവിന്റെ മഹല്ലിൽ നിന്നൊരു ലെറ്റർ ഇല്ലാതെ മറ്റൊരു മഹല്ലിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റും? സാർ, എനിക്ക് അതിനൊരു സാക്ഷ്യപത്രം കിട്ടിയിട്ടുണ്ട്. ഇവര് എന്റെ മഹല് അതിന് സമ്മതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു ലെറ്റർ എനിക്ക് എവിഡൻസ്, എനിക്ക് പ്രൂഫായി തന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അത് അവിടുത്തെ ഒരു പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് ജാഫർ എന്നാണ്. അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യത്തിന്മേലാണ് ഇത് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിലിപ്പോ നഷ്ടക്കാരി ഞാനും എന്റെ മകളായി മാറിയിട്ടുണ്ട്. സോ ഈ ഒരു വിഷയത്തിനകത്ത് ജാഫർ എന്ന് പറയുന്ന മഹല്ല് പ്രസിഡന്റിനോട് എനിക്ക് പറയാനുള്ളത്, ഇതിന് നല്ല കൂട്ടിപ്പിടിപ്പാണ്, അതിനൊരു അന്തസ്സുണ്ട്. ഇദ്ദേഹം നമ്മൾ രണ്ടുപേരും ഒരു ബന്ധത്തിൽ നിൽക്കെ അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റി. ഞാനും എന്റെ മകളും ഇതിനകത്ത് വിക്ടിംസ് ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 10 ദിവസമായിട്ട് ഞാനിതിന്റെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് സമരത്തിൽ വേണം. ആരുമില്ല നമ്മൾ കേൾക്കാൻ. ഈ മഹലിൽ പോയാൽ പറയും അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയും. ആ മഹലിൽ പോയാൽ പറയും നമുക്ക് കല്യാണത്തിന്റെ മുന്നേ, അതായത് അവർ രഹസ്യ സ്വഭാവത്തിൽ നടത്തിയ ഈ കല്യാണത്തിന്റെ മുന്നേ ഞാൻ ചെന്നിട്ട് പരാതി കൊടുക്കണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ വളരെ വിഷമം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ജനിച്ചു വളർന്ന നാടും നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിൽ വേറൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പൊ ഞാനും എന്റെ മകളും വഴിയാധാരമായിരിക്കും. സോ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് ഇവരുടെ പരിസരവാസികളോടാണ് ചോദിക്കാനുള്ളത്. എടാ നിനക്കൊന്നും നട്ടലില്ലേ? നിന്റെ ഒന്നും കൂടാതെ ആണുങ്ങളില്ലേ? ഇത്രയും വലിയൊരു നീതി നിഷേധം ഒരു സ്ത്രീക്ക് സംഭവിച്ചിട്ട് നീ ഒന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ പുച്ഛം തോന്നുകയാണ് നിന്നോടൊക്കെ. കഷ്ടം തന്നെ. നീയൊക്കെ മലയാളിക്ക് ഒരു അപമാനമാണ്. കാരണം ആർക്കെന്ത് പ്രശ്നം ഉണ്ടായാലും മലയാളി മുന്നിൽ നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന് ഏറ്റ തിരിച്ചടിയാണ് നീയൊക്കെ. പറയാതിരിക്കാൻ പറ്റത്തില്ല. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. കാരണം ഇത്രയും വലിയൊരു ക്രൂരത നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ജനം അറിയാതെ പോകരുത്.